പലരെ ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു അനുഭവം, ഡോക്ടർ ശശി തരൂരോട് നിൽക്കുന്നു, എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ചോദിച്ചപ്പോ ഇരിക്കുന്ന പലരും എന്നോട് കൂടി ചോദിച്ചാൽ കുഴപ്പമില്ല, ഞങ്ങൾ ന്യൂനപക്ഷത്തിന്റെ ഒരു സാഹചര്യമായിട്ട് വോട്ട് ചെയ്യുകയാണ് എന്നാണ് പലരും എന്നോട് പറഞ്ഞത്. കാരണം ഇലക്ഷൻ സമയത്ത് നമ്മൾ കൊടുക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഒന്നും പലരും വായിച്ചു നോക്കാറില്ല, അതൊരു ഗിമിക്കാണെന്നാണ് തോന്നുന്നത്. കാര്യം ആരും വായിക്കാറില്ല. യഥാർത്ഥത്തിൽ എന്താണ് സംഭവം? ചെറിയൊരു രൂപരേഖ നമുക്കറിയാം. അദ്ദേഹം ശശി തരൂർ MP തിരുവനന്തപുരത്ത് വരുമ്പോൾ കഴുക്കൂട്ടം മുതൽ കാരോട് വരെ ഉള്ള റോഡ് ഇല്ല. നിങ്ങൾക്കറിയാം, 40 വർഷമായി കുരുങ്ങിക്കിടന്ന ഫയലുകൾ മാത്രം കുരുങ്ങിക്കിടന്ന ഒരു സാധനമായിരുന്നു. 2 വരി 4 വരി പാതയാക്കി കൊണ്ടുവന്നതിൽ ചുക്കാൻ പിടിച്ചത് പൂർണ്ണമായും കൂടെ നിന്ന് കൊണ്ടുവന്നതാണ്. അതാണ് അതെ, 2 വരി പാത, ബാക്കി മൊത്തം ഇല്ലായിരുന്നു. അത് കൊണ്ട് കാരോട് വരെ കൊണ്ടുവന്നു. BJP പറയും ഞങ്ങളാണ്. എന്തുകൊണ്ട് BJP തമിഴ്നാട് വരെ കൊണ്ടുപോയില്ല? കാരോട് വരെ ഉള്ളൂ സത്യാവസ്ഥ. രണ്ടാമത് ഈഞ്ചക്കൽ ഫ്ലൈ ഓവർ, ഇപ്പം ഡോക്ടർ ശശി തരൂരിന്റെ ഇതിൽ ഡോക്ടർ ഈഞ്ചക്കൽ ഫ്ലൈ ഓവർ കൊണ്ടുവന്നിട്ടുണ്ട്. 93 കോടി രൂപയുടെ പൈപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖം ഒരൊറ്റ മനുഷ്യൻ ബിഡ് ചെയ്തില്ല. അദ്ദേഹം അദാനിയുമായി സംസാരിച്ചതിന്റെ പേര് നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്, അല്ല വേറൊന്നുമല്ല. ഡോക്ടർ ശശി തരൂർ എന്ത് ചെയ്തു? അടിസ്ഥാനപരമായി നമ്മൾ തലമുറയ്ക്ക് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. അത് വിഴിഞ്ഞം തുറമുഖം. ഈ കോവിഡ് സമയത്ത് നമ്മളെല്ലാം പേടിച്ചിരുന്നില്ലേ? കോവിഡ് സമയത്ത് അദ്ദേഹത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഡൽഹിയിൽ നിന്ന് സാധനം ഇവിടെ PP കിറ്റ് ഇവിടെ എത്തിച്ചു. രണ്ടാമത് നമുക്കറിയാം, പാസ്പോർട്ട് ഓഫീസ് ട്രിവാൻഡ്രത്ത് മാത്രമായിരുന്ന പാസ്പോർട്ട് ഓഫീസ് നെയ്യാറ്റിൻകരയുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണ്. നമുക്ക് നമ്മളോരോരുത്തർ പറയേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. രണ്ടാമത് CBSE ഒരു ഓഫീസ് നമുക്കിവിടെ ഇല്ല, പോണെ ചെന്നൈ പോകണം. ഇന്നത് പട്ടത്തുണ്ട്. CPW ഓഫീസ് ഇന്നുണ്ട്, അത് പൂങ്കുളത്തുണ്ട്. AICT ഓഫീസ് ഇന്ന് നമ്മളെ ചാവടിമുക്കിൽ, നമ്മളെ ഷാജഹാൻ ചാവടിമുക്കില് ഉണ്ട്. ESI കോർപ്പറേഷന്റെ ഓഫീസ് എവിടെയുണ്ട്? തൈക്കാടുണ്ട്. ഭാരതീയ മഹിളാ ബാങ്കിന്റെ മണക്കാടുണ്ട്. UAE എക്സ്ചേഞ്ച്, UAE എംബസി നമുക്ക് ആർക്കും പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണോ? ഇവിടെ എത്ര MP, ഞാൻ സത്യസന്ധമായി പറയാം, ഇത് എത്ര MP-മാരുണ്ട്? ഇപ്പൊ 4 വർഷം കൊണ്ട് 4 ടൈം കൊണ്ട് ജയിക്കുന്നു എന്ന് പറയുന്നു. എന്താണ് കാരണം? ഈ ഇത്രയും ചുരുക്കം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കൂടുതലായിട്ടൊന്ന് പറഞ്ഞത് വളരെ ചുരുക്കം പേര്. കാരണം ഇദ്ദേഹത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് റോഡുകളും പാലങ്ങളും പലതും ചെയ്തിട്ടുണ്ട്. അതൊന്നും വ്യക്തമാക്കുന്നില്ല. എന്നോട് ഇന്ന് ചോദിച്ചവരോട് മറുപടിയാണ് ഞാൻ ഇവിടെ വെച്ച് പറയുന്നത്, വേറെ ഒന്നുമില്ല. സന്തോഷത്തോടെ പറയുന്നത്. കാരണം ഇത് അറിഞ്ഞിരിക്കണം നമ്മുടെ സമൂഹം, നമ്മുടെ സമുദായം അറിഞ്ഞിരിക്കണം. ഈ സാഹചര്യത്തിൽ അദ്ദേഹം ഇലക്ഷൻ സമയത്ത് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടില്ല എന്നൊരു തെറ്റായ ധാരണ പലരും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ചെറിയ തിരുത്തുക എന്നുള്ള മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇവിടെ ശ്രീലങ്കൻ എംബസി, ശ്രീലങ്കൻ എംബസി എന്നിവ അവിടെ കൊണ്ടുവന്നു. അത് ചെറിയ ചുരുക്കമാണ്, ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല.